ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ ആത്മരക്ഷ കരസ്ഥമാക്കണം. അതിനൊറ്റ പോംവഴിയേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇടയ്ക്ക് ഞാൻ സമയമില്ലാത്ത നേരത്തെ ഇവരെ കൊണ്ട് 2 ശീല പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോകുന്നത് ബഹുമാനപ്പെട്ട കർത്തദാസൻ വിശേഷമായിട്ട് പറഞ്ഞു. അവരെ അല്ലെ 2 ശീല പാടിയില്ലെങ്കിൽ പുള്ളി ചോദിക്കും. ഞാൻ പറഞ്ഞു, അയ്യോ അതുകൊണ്ട് എല്ലാം വേണമല്ലോ ദൈവത്തിന്റെ മകൻ. ചിലക്ക് പാട്ടൊട്ടും ഇഷ്ടവുമല്ല, ചിലക്ക് വചനവും ഇഷ്ടമല്ല. ഓരോ ടൈപ്പുകളാണ്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ഓരോരോ ടൈപ്പുകളാണ്. ആ മോന്ത കാണുമ്പോൾ അറിയാം എന്നതൊക്കെയാ. പണ്ട് AC ജോർജ് ഒരാളത്തിനോട് പറഞ്ഞു, അടുത്ത സഭായുഗത്തിന് നിന്റെ ഈ വളിച്ച മോന്ത ഇവിടെ കാണരുതെന്ന്. ഇംഗ്ലീഷിലാ പറഞ്ഞു. ഇംഗ്ലീഷിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. എങ്ങനെയാണ് പറയുന്നത്? എന്തേലും ഭാഷ. പുള്ളി പറഞ്ഞു, അടുത്ത ആഴ്ച നിന്റെ ഈ വളിച്ച മോന്ത. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയാം, കണ്ണടയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു മാത്രമാണ് രക്ഷകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദ. അപ്പൊ ഇത് എഴുതാൻ കാര്യം, ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. പത്രോസ് മുന്നറിയിപ്പ് കൊടുത്തു വരാൻ സാധ്യതയുണ്ട്. യൂദ എഴുതിയപ്പോൾ ഇവരിതിനകത്ത് കയറി. ഇതുപോലത്തെ സംഭവമാണ് പൗലോസ് ചെയ്തത്. 3 കൊല്ലം മേലെ ചെയ്തു, 2 കൊല്ലം ബൈബിൾ ക്ലാസ്, 1 കൊല്ലം എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. എഫെസോസിലെ സുവിശേഷം എല്ലാം പറഞ്ഞേച്ച് പുള്ളി എഫെസോസിൽ നിന്ന് പിരിഞ്ഞു പോവുക. സെന്റ് ഓഫ് മീറ്റിംഗ്, സെന്റ് ഓഫ്. നമ്മുടെയൊക്കെ സഭകളിൽ സെന്റ് ഓഫ് പോലൊന്നും അല്ല, ഇത് പ്രത്യേക സെന്റ് ഓഫാണ്. അപ്പൊ സെന്റ് ഓഫിന് പുള്ളി എഫെസോസിലെ മൂപ്പന്മാരെ എല്ലാം കൂടെ മിലേത്തോസിൽ നിന്ന് വിളിപ്പിച്ചു. മൂപ്പന്മാരെ, എൽഡേഴ്സ്, മൂപ്പനെ എല്ലാം വിളിച്ചു. മൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെന്തിക്കോസിലെ മൂപ്പനാന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ സഭയെ മൂപ്പനാ. അത് മൂത്തത് കൊണ്ടാണ്, അല്ലാതെ മൂപ്പന്റെ ഗുണങ്ങളൊന്നും മിക്കതിനുമില്ല. കണ്ടവാൻ ഇതിനകത്തിരുന്ന് മൂത്തു. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, അതൊന്നും ഞാൻ പറയുന്നില്ല. മൂപ്പ സഭയിലൊക്കെ കണ്ടിട്ടില്ല, സൈഡ് ബെഞ്ചിലൊക്കെ ഇരിക്കുക, മൂത്തതാ. അതുപോലും അറിയാൻ മേല. അത് മൂത്തത് അതല്ല. മൂത്തത് വേറെ, മൂപ്പൻ വേറെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ മേരി വേറെ, മൂരി വേറെ എന്ന് പറഞ്ഞാൽ മൂപ്പൻ വേറെ, മൂത്തത് വേറെ. നമുക്ക് മിക്കത് മൂത്തതാ. ഇത് മൂപ്പന്മാര് എൽഡേഴ്സിനെ വിളിപ്പിച്ചു. വായിച്ച് 20-17 വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-17. പെട്ടെന്ന് വായിച്ചോ, സമയമില്ല, വേഗത്തിൽ പറയാം. പെട്ടെന്ന്. ഒരു ചെറിയ കണ്ണിക. അത് തന്നെ. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ അടുത്തത്. അവരവന്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത കണ്ണിക. അടുത്തത്, ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും എങ്ങനെ കൂടെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായിട്ടൊക്കെ പ്രസ്താവിച്ചു. ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുന്നു, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പട്ടണം തോറും പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വലിയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവാകുന്ന യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഒത്തിരി കാര്യം പറഞ്ഞു. ഞാൻ സഹോദരിയോട് പിണങ്ങിയിട്ടല്ല, സമയം പോയതുകൊണ്ട് ഞാനോട് അല്ലെ വായിച്ച് പിന്നെയും ഞാൻ പറയുമ്പോൾ സമയം പോകും. അതുകൊണ്ട് അല്ലെ സഹോദരി ഓർക്കുന്നത് മൈക്കിൽ തന്നെ ഇന്നെ ഇരുത്തേക്ക് അയാൾ തന്നെ എല്ലാം അങ്ങ് പറയുക എന്ന് ചിന്തിക്കരുത്. ഇടയ്ക്ക് ഞാൻ തരാം 2 പേർക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ആശയിൽ വന്ന 1-ാം നാൾ മുതല് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്നു. എല്ലാം വിവരിക്കുന്നില്ല. 3 കൊല്ലം മേലെ ചെയ്തു. ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോവുക. ഇടയ്ക്കൊരു പദം പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നൊന്നും, ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പോവുക. അവിടാണ് ചെല്ലുന്നിടത്ത് കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് യെരൂശലേമിലോട്ട് പോവാ. ടൗൺ സഭയെ പോകാതിരിക്കുന്നതാ നല്ലത്. അതെ, വലിയ സഭയെ പോയാൽ അവിടെ കുറെ അച്ചായന്മാരുണ്ട്. അവര് പറയും പോലെ അവര് പറയും, തുടങ്ങ പരിശുദ്ധനോ നിർത്ത്, ആമേൻ, വാ ചെല്ലാം, പോ. അവര് കുറച്ച് പേരാ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാതെയാണ്, നിങ്ങൾക്കും ഗുണം വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ് അവിടെ നന്നായിട്ട് വേല ചെയ്തു. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു പോവുക. ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്റെ പ്രാണനെയൊന്നും ഞാൻ വിലയിരുത്തായിട്ട് എണ്ണുന്നില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തോ പ്രശ്നമാണ്. എന്നിട്ട് പൗലോസ് ഒരു വെളിപ്പാട് പറഞ്ഞു. അത് പറയാനാ ഒരു വെളിപ്പാട്. പൗലോസിന് നല്ല വെളിപ്പാടാണ്, കൃത്യം വെളിപ്പാടാണ്. നമ്മുടെ പോലെ ഒന്നും വെളിവുകേടൊന്നുമല്ല, കൃത്യം വെളിപ്പാടാണ്. പണ്ടൊരാള് പ്രവചിച്ചു, ചേടത്തിയോട് പറയേണ്ടത് അനിയത്തിയോട് പറഞ്ഞു. പറഞ്ഞു ഇത് ഞാനാ. തെറ്റിയതാ, പുള്ളിക്കാരിയോടാണ്.
സാരിയുടെ കളർ കണ്ട് പ്രവചിച്ചത്. പൗലോസ് കൃത്യം വെളിപ്പാടാ. കൃത്യമല്ല ഒരു സഹോദരി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം തിരിഞ്ഞു നോക്കിയതുള്ളത് അവരുടെ ഭൂതം പോയി ശാസിച്ചു. നമ്മൾ ഭൂതത്തെ ഇറക്കുന്ന എന്ത് ബന്ധപ്പെട്ട ഒരെണ്ണത്തിന് പല കാലത്തും ആ ഒരെണ്ണം ഇളകുന്നത്. മിക്കത് ഇളകത്തില്ല, കാരണം കർത്തമേശ എടുത്ത ഭൂതമായതുകൊണ്ട് മിക്കത് ഇളകുകയില്ല. ഇതെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മിക്കത് ഇളകുകയില്ല. പിന്നെ വല്ല കാലത്തും എവിടെയെങ്കിലും ഒരെണ്ണം പിന്നെ അതിനോട് എന്തോ ഗുസ്തിയാണ്. രക്തം അതിനെ നോക്കി രക്തം അവസാനം അതും തുള്ളി നമ്മളും തുള്ളി എത്ര കുപ്പി വെള്ളം കുടിച്ചിട്ട് അവസാനം ചോദിക്കുന്ന പേരെന്നാ, എവിടെന്നാ വരുന്നത്, നാളെ അങ്ങോട്ടൊരു പൊടി വെച്ചാൽ കല്യാണം ആലോചിക്കാൻ പോവുകയാണോ എന്ന്. ഇതിനോട് പേരും അഡ്രസ്സും അല്ല. ഇവിടെ ചാജ് കൃത്യം വല്ലതും പറയുമോ? അവൻ പോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനും അവനോടാണ് നമ്മൾ ചോദിക്കുന്ന അഡ്രസ്സ്. അതെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പൗലോസ് ഇതൊന്നും ചോദിച്ചത് മുഷിഞ്ഞു നോക്കി ഭൂതം പോകും. അത്രയ്ക്ക് വെളിപ്പാടും കൃപയുമാണ്. ഈ പൗലോസ് എഫെസോസിൽ നിന്ന് പോകുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് ഞാനിവിടെ 3 കൊല്ലം മേലെ ചെയ്തു. ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോകുക. ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ എന്റെ ഭാഷയാ 2 പോരാട്ടം, പെന്തിക്കോസ് ഭാഷയാ, 2 പോരാട്ടം ഉണ്ടാകും. 2 പോരാട്ടം നമ്മുടെ ഭാഷയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. 2 പോരാട്ടം. ആ പോരാട്ടം എന്തുവാ? 29-ാം വാക്യം വായിച്ച് 20-29 പെട്ടെന്ന്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം നിങ്ങളുടെ ഇടയിൽ കിടക്കും. എപ്പോഴാന്നറിയോ? ഞാൻ പോയ ശേഷം. പൗലോസ് ഉള്ളപ്പോഴൊന്നും നടക്കത്തില്ല. അടുത്ത പദം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ വരുന്ന 2 പോരാട്ടം. ഇങ്ങനെ, 1 വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, 2 അകത്തെ പോരാട്ടം. എല്ലാ കാലത്തും ഉണ്ട് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടവും അകത്തെ പോരാട്ടവും. ഞാൻ എല്ലായ്പ്പോഴും പറയും, വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തെ പോരാട്ടമാ ഇല്ലേ? അത് അകത്തതാ ഇല്ലേ? വെളിയിലത്തെ ഉദാഹരണമാണ്. സുവിശേഷ വിരോധികളായ ചിലര് നമ്മളെ തെറി പറയുക. സുവിശേഷ വിരോധികൾ, മതഭ്രാന്തന്മാര് തെറി പറയാന്ന് വെച്ചു. അപ്പുറത്ത് അവിടെ നിന്ന് തെറി പറയാം. നമുക്ക് നമ്മുടെ പെരയ്ക്കകത്ത് കയറി കടകും ജനലും അടച്ചിട്ട് ഒക്കുന്നെങ്കിൽ വെന്റിലേഷനും തെർമോകോളും വെച്ച് ഒട്ടിച്ചേക്ക് നമുക്ക് മുറി അടച്ചാകത്തില്ല, പ്രാർത്ഥിക്കാം. അവൻ വെളിയിലല്ലേ, അവിടെ അല്ലേ. അതേസമയം പെരയ്ക്കകത്തിരിക്കുന്നവൻ തെറി പറഞ്ഞാല് നമ്മൾ കസേരയിരിക്കുന്ന അവൻ സെറ്റിയിൽ നിന്ന് കണ്ണു പൊട്ടുന്ന ഡാഷ് കേക്ക് അല്ലാതെ വെളിയിലുള്ളവൻ തെറി പറയാന് നമുക്ക് അകത്ത് കയറാം. ഉദാഹരണമാ കേട്ടോ. ഇപ്പൊ ഒരു സുവിശേഷ വിരോധി, ഒരു മതഭ്രാന്തൻ വന്ന് നമ്മളെ അടിക്കുക. എന്റെ ഭാഷ അടിക്കാൻ വരുമ്പോൾ ഒന്നേ അങ്ങ് ഒഴിഞ്ഞേക്കണം, തിരിച്ചടിക്കരുത്. അത് നമ്മുടെ മാർഗമല്ല. അവൻ അടിക്കാൻ വരിക, അവനെ അടിക്കാൻ വന്നാൽ പിന്നെ എന്നാ ചെയ്യാൻ? അല്ലാതെ എന്നാ ചെയ്യാൻ? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്റെ ഭാഷയാ, അവനെ പ്രാർത്ഥിച്ചൊതുക്കാം. അങ്ങനെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. തല്ലാൻ വന്നവൻ വചനം കേട്ട് ആരാധന കണ്ട് ഭയപ്പെട്ട് കൊണ്ടുവന്ന ആയുധം മാറ്റിയിട്ട് അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. ഉണ്ട്. ഉപദേശം ജിജുമച്ചനപ്പച്ചൻ പണ്ട് വേല ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ട്. കല്ലിശ്ശേരിയിൽ ഭക്തൻകുട്ടിയപ്പച്ചന്റെ കാലത്ത് യാത്ര പോയപ്പം പത്തിച്ചിറ യോനാച്ചനും ജിജുമച്ചൻ അവർകളും ഈ ഭക്തൻകുട്ടിയപ്പച്ചനും ജിജുമച്ചനെ പത്തിച്ചിറ യോനാച്ചൻ 3 പേര് അവർ യാത്ര ചെയ്തപ്പോൾ ഒരു സുവിശേഷ വിരോധി വന്ന് തല്ലി. ആദ്യത്തെ അടിക്ക് ഭക്തൻകുട്ടിയപ്പച്ചനും താഴെ വീണു, പത്തിച്ചിറ യോനാച്ചൻ പഴയ പ്രവാചകന, അവർ രണ്ടും ഓരോ അടിക്ക് താഴെ വീണു. ജിജുമച്ചനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാ. അവൻ കിട്ടിച്ച് പുറത്തുനിട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നിന്നാ സ്തോത്രം പറഞ്ഞോണ്ട് സ്തോത്രം. അവൻ ഇടി ചൂപ്പാട് വന്നു. ഉമ്മച്ചൻ താഴെ പോയില്ലെന്ന. അവസാനം അവനങ്ങ് ഒഴഞ്ഞു. പക്ഷെ സംഭവിച്ചതൂടെ പറയാം, അതുകൂടെ കേൾക്കും. അവൻ ഇടിച്ച് ലാസ്റ്റ് ഇടിച്ച് കൈ ഇങ്ങനെ പൊക്കി. ആ കൈ താടുന്നുമില്ല, പൊങ്ങുന്നുമില്ല. നീ കളിക്കുന്നത് തീക്കളിയോടാണ്. സ്തോത്രം. ഇത് തീയാകട്ടോ. യഹോവയുടെ വചനം തീ പോലെയാ.
ഇങ്ങനെ നിന്ന് താഴുന്നുമില്ല, പൊങ്ങുന്നുമില്ല. ഇടികൊണ്ടവരെ ഇടിയെല്ലാം മേടിച്ച ഉമ്മച്ചനെ പറ്റും വീണില്ലെങ്കിലും ചെട്ടിപ്പറമ്പിലെ കൊച്ചുകുട്ടിച്ചായന്റെ വീട്ടിൽ വന്ന് കൊച്ചമ്മ ചൂടുവെള്ളമൊക്കെ അനത്തി അന്നത്തെ കാലമല്ലേ ദേഹത്തെല്ലാം വെച്ച് അവര് ശുശ്രൂഷിച്ചു, അച്ചായനും കൊച്ചമ്മയെല്ലാം കൂടെ. ഇടിച്ചവൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അതൊരു നായർ സമുദായത്തിൽപ്പെട്ടതാ. അപ്പം ഭാര്യ അച്ഛി ചോദിച്ചു, എന്നാ കൈതാക്കുന്നില്ല? കാര്യം പറഞ്ഞു. അവര് നല്ല സ്ത്രീയായിരുന്നു. അവര് പറഞ്ഞു, നിങ്ങൾ ആ ഉപദേശിയെ വെറുതെ പോയി ഉപദേശിയെ ഇടിച്ചതാ, പോയി ക്ഷമ പറഞ്ഞു വെച്ച് വരാം. നല്ല സ്ത്രീയായിരുന്നു അവർ. നല്ല ആൾക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പാതിരാത്രി വീണ്ടും ചെട്ടിപ്പറമ്പ് വീട്ടിൽ വന്ന് കറകെ മുട്ടിയപ്പം കറക് തുറന്നപ്പം അതിൽ അയ്യോ പിന്നെയും തല്ലാൻ വന്നോന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോ എന്തിയാ ഉപദേശി, എന്റെ കൈ താഴുന്നുമില്ല പൊങ്ങുന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. ദൈവദാസന്മാര് പറഞ്ഞു, ഇതൊക്കെ ശുശ്രൂഷ ഞങ്ങൾക്കുള്ളതാ. തല്ലും തടവും അടിയും ഇടിയും ആക്ഷേപവും പൗലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി ഇതൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു, കയ്യും താന്നു. ആ മനുഷ്യൻ അവിടുത്തെ വേലയ്ക്ക് വളരെ അനുഗ്രഹമാകും. ഇതാ സുവിശേഷത്തിന്റെ ശക്തി. ഞാനിപ്പോ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും അല്ല സദസ്സിരിക്കുന്ന മാന്യ പിതാക്കന്മാരുമൊക്കെ ഇതുപോലെ 100 അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും അറിവിലും പറയാനുണ്ട്. പക്ഷെ എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ലല്ലോ. ഇതാ സുവിശേഷത്തിന്റെ സത്യം, ദൈവത്തിന് മഹത്വം. അപ്പൊ വെളിയിൽ ഒരുത്തൻ നമ്മെ തല്ലാമെന്ന അവനെ പ്രാർത്ഥിച്ചൊതുക്കാം. സഭയ്ക്കകത്തുള്ളവൻ തല്ലാമെന്നാലോ അവനും പ്രാർത്ഥിച്ചാ ചാട്ടല്ലാം വരുന്നേ. കർത്താവെ ഹോളിലോട്ട് പോകുന്നു, രാവിലെ കമ്മിറ്റി കൊണ്ട് ശരീരാത്മകളെ ബലപ്പെടുത്തണമേ. വേണമെങ്കിൽ അവൻ മറുഭാഷ പറഞ്ഞേച്ചായിരിക്കും, എന്നാ ചെയ്യാണ്? പിന്നെ അങ്ങനെ വല്ല തല്ലും ഉണ്ടാകുന്നെന്ന് വല്ലോ ശ്രുതി മുന്നമേ കിട്ടുകയാണ്. അന്ന് പോകാതിരിക്കുന്നത് ആ ശരീരത്തിന് ദൈവത്തിന് മകത്ത് ഒന്നും വിവരിക്കുന്നില്ല. അപ്പൊ പൗലോസ് പറയുക, ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ 2 പോരാട്ടം. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, 2 അകത്തെ പോരാട്ടം. അകത്തെ പോരാട്ടമാ ഭയാനകം. എന്തുവാ അകത്തെ പോരാട്ടം? ഒന്നുകൂടെ വായിച്ച 29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. വെളിയിൽ നിന്ന് വരും. 2 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. ദുരുപദേശം ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പം വിവരിക്കാൻ നേരമില്ല. ദുരുപദേശം അതൊക്കെ പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ വരുന്നവര് നടത്തിപ്പും സന്ദർഭോചിതമായിട്ട് പറയട്ടെ. ദൈവത്തിന് ഏതായാലും ഉപദേശം എന്ന് പറഞ്ഞേക്കാം. ഇതിന്റെ ഉപദേശം 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ ആരുടെയും കുത്തകയല്ല, ഒരു സഭക്കാരുടെയും കുത്തകയല്ല. ഇത് കാത്തിരിപ്പ് യോഗ വിദഗ്ധന്മാര് തരുന്നതുമല്ല. പറഞ്ഞാട്ട് നരിക്കും. അതൊന്നും അങ്ങനൊന്നുമല്ല. അവര് പോകുമ്പോ ഇത് നിൽക്കുകയും ചെയ്യും. പണ്ട് ഒരാൾ പറഞ്ഞു, ഇന്നയാള് വന്നു അഭിഷേകം പ്രാപിച്ചു, പുള്ളി പോയി അഭിഷേകം. അതല്ലിത്. എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. ഇതാരുടെയും കുത്തകയല്ല. IPCയുടെ കുത്തകയല്ല, അസംബ്ലീസ് ബോർഡിന്റെ കുത്തകയല്ല, ചർച്ചക്കോടുകാരുടെ കുത്തകയല്ല, നമ്മുടെ നേരെ ഏഷ്യ ചർച്ചക്കോട് അതിന്റെ കുത്തകയല്ല, TPM-കാരുടെ കുത്തകയല്ല, ഷാരോന്റെ കുത്തക ഒന്നുമല്ല. ഇത് ഒരു സഭക്കാരൻ, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഒരു സഭയുടെയല്ല. എന്നുള്ളൊരാൾ പറഞ്ഞു, സഭയൊന്നും ഇപ്പം ശരി. പുള്ളി പറഞ്ഞ എല്ലാ സഭയും ഓഫാണ്. സഭയല്ല, ചർച്ച് ഓഫ് ബോർഡ് ഓഫാണ്. അസംബ്ലീസ് ഓഫ് അത് ഓഫാണ്. നമ്മുടെ വേറെ അത് എല്ലാം ഓഫാണ്. പുള്ളി പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല, എല്ലാം ഇപ്പൊ ഓഫായി കിടക്കുക. അപ്പൊ പുള്ളി പറയാ ഓണായിട്ടുള്ളത് ഒന്നേ ഉള്ളെന്ന്, ഷാരോൺ. പുള്ളി പറഞ്ഞതാ. ബാക്കി മുഴുവൻ ഓഫാ പറഞ്ഞതാ. ഓണായിട്ടിരിക്കുന്നത് പിന്നെ ഷാരോൺ. ഒരു കാര്യം പറയാം, ഇത് ഒരു സഭക്കാരുടെയും കുത്തകയല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും.
ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്. ഇതിന്റെ ഉപദേശമല്ല, അഭിഷേകം പ്രാപിക്കണം. ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്ന. ഞാൻ തർക്കിക്കാനും ഖണ്ഡിക്കാനും ഒന്നും ആളുമല്ല, ഞാൻ അതിന് മുതിരുന്നുമില്ല. തന്നെയല്ല, അങ്ങനെ തർക്കിക്കാൻ വ്യവസ്ഥയില്ലല്ലോ. എന്റെ സ്നേഹിത, എന്റെ സുഹൃത്തെ, ദയവ് ചെയ്ത് ഒരു കാര്യം പറയാം. ഇതൊരു സഭക്കാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നിനക്കും തരും. ദൈവത്തിന് മുഖപക്ഷം ഒന്നുമില്ല. ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഇത് ശരിയാണെങ്കിൽ, അല്ല ശരിയാണെങ്കിൽ എന്നല്ല, ഇത് ശരിയാണല്ലോ, പിന്നെ ഇനി ശരിയാണെങ്കിലെന്ന് കർത്താവ് അവിടുത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ മേലും പകരണമേ ആഗ്രഹിക്കുന്നു. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും. ആത്മസ്ഥാനത്തോടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ദൈവത്തിന് പോരാ, തീർന്നില്ല. ഉപദേശമാ, തിരുമേശ എടുക്കണം. തിരുമേശ മാസത്തിലൊന്നും വലിയ വലിയ പാസ്റ്റർമാർ വരുമ്പോൾ എടുപ്പിക്കുന്നത് നല്ലത്. ചെല്ലു പറഞ്ഞോണ്ട് വലിയ പാസ്റ്റർ അല്ലെങ്കിൽ അപ്പം പിന്നെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനും പരിജ്ഞാനത്തോടെ ഈ ശുശ്രൂഷ ചെയ്യാൻ പക്വതയും പരിജ്ഞാനം കൊണ്ട് നടത്തണം. കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നെങ്കിലും ആ തിരുമേശ എടുക്കണം. പല കാലത്തും എടുക്കുന്നതല്ല ആണെന്ന്. ചിലക്ക് അങ്ങനെ ഉപദേശമൊക്കെ ഉണ്ട്. എപ്പോഴും ഒന്നും എടുക്കുകയല്ല. ചില പറഞ്ഞ് എപ്പോഴും എടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം, എപ്പോഴും ശ്വാസം വിടുക, പ്രാധാന്യം പോകുന്നുണ്ടോ? ഞാൻ എന്നും വിടുക, ഇനിയും വിടുന്നില്ല കുറെ ആള്. ഒരു മാസം കഴിഞ്ഞ് എന്നും ആഹാരം കഴിക്കല്ലോ. ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് കഴിക്കുന്ന ഇനി അതിലൊക്കെ ശ്രേഷ്ഠമാ തിരുമേശ ശുശ്രൂഷ. അതെടുക്കണം. ഇത് തിരുമേശ വരുമ്പം അതിനകത്ത് പോലീസ് നിൽക്കുമ്പോല പിന്നെ ചിലരങ്ങ് മുഴുവൻ അങ്ങ് എടുത്തോളും. എന്തോ ചെയ്താലും അപ്പം കൊണ്ട് പണ്ടൊരു തള്ള മൊത്തം എടുത്ത് അങ്ങ് കുടിച്ചപ്പോൾ ചോദിച്ചു, മുഴുവൻ കുടിച്ചോന്ന് ചോദിച്ചു. ഞാൻ തള്ള പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കുടിച്ചാ പരിച്ചൂടെ. കാരണം തള്ള നോക്കിയപ്പോൾ ജഗ്ഗിനകത്ത് വീട്ടിലിരിക്കുന്നത്. ഒന്നാമത് ഈ ചൂടും പിടിച്ചത്, ഈ മീന ചൂടല്ലേ, എന്റെ വീട്ടിലിരിക്കുക അളക്ക് വരവേജം എടുത്ത് ഗ്ലാസ് കിട്ടിയ മുഴുവൻ അങ്ങ്. ഇപ്പൊ പിന്നെ നോക്കത്തില്ല, ചെറിയ ഈ എന്തുവാ അരിഷ്ടം കൊടുക്കുന്നത് പോലെ, ചെറിയ അരിഷ്ടം ഒന്നുമില്ല. ഒരാളെന്നോട് പറഞ്ഞു ഇച്ചിരൂടെ മുഴുത്തതിനകത്ത് വരാം. ഞാൻ പിന്നെ അതൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ ഇവിടെ ഇച്ചിരൂടെ മുഴുപ്പുണ്ട് ഇല്ലേ, ഇച്ചിരി ഇല്ല. പിന്നെ അല്ല, പുസ്തകത്തിലെ വാക്യവും കുടിക്കണമെന്നാണ്. ഇത് കുടിക്കുമ്പോഴൊക്കെയും കള്ളവചനപ്രകാരം പറഞ്ഞ കുറച്ചുകൂടെ തരാൻ, കാരണം കുടിക്കണമെന്നല്ലേ. പിന്നെ അയ്യോ, തിരുമേശയുടെ ഉപദേശം തിരുമേശയെടുക്കണം. പോരാ, നീ വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങളെല്ലാം വിട്ട് ഓടണം. ലോകക്കാർ നടക്കുന്ന പോലെ, പറയുന്നത് പോലെ, ചെയ്യുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ ഒന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പാടില്ല. കർക്കശമായി വേർപാട് പാലിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കണം. കൂട്ടായ്മ ആചരിക്കണം. പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. പോരാ, ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മാനസാന്തരപ്പെട്ട്, ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇതാ ഇതിനകത്തെ പ്രധാന ഉപദേശം. ഇതിന് വിപരീതമായിട്ട് വരുന്നതെല്ലാം ദുരുപദേശമാണ്. ഒത്തിരി ഉണ്ട്, എല്ലാം ഒന്നും ഇപ്പം വിവരിക്കുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ അവൻ ദുരുപദേശക്കാര്. രണ്ട് പോരാട്ടം, ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, രണ്ട് അകത്തെ പോരാട്ടം. അകത്തെ പോരാട്ടം ആ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. അവൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയെന്ന് എഴുന്നേക്ക്. ചരിത്രം പഠിച്ച് പൗലോസ് ഇവിടുന്ന് പറഞ്ഞേച്ചു പോയി. 1 വർഷം തികയുന്നതിന് മുന്നേ എഫെസോസ് സഭയിൽ ദുരുപദേശം എഴുന്നേറ്റു. ഒരു വാക്യം വായിച്ചേ, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 19-ാമത്തെ വാക്യം. എഴുന്നേറ്റവരാരാന്ന്? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 19-ാം വാക്യം. പെട്ടെന്ന് മൈക്ക് കൂടെ വായിക്കും സഹോദരി. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹുമനിയോസും അലക്സാണ്ടറും എഫെസോസ് സഭയിലെ എൽഡേഴ്സാ. പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഇവരിവിടെ ഉണ്ട്. പൗലോസ് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ 2 എണ്ണം അങ്ങ് എഴുന്നേറ്റു. ഹുമനിയോസും എഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു.
ഇവര് പഠിപ്പിച്ച ദുരുപദേശം എന്തുവാ? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച്. 2-ാം ലേഖനം 2:16. ഇവര് പഠിപ്പിച്ച ദുരുപദേശം. ഇല്ലേ? ഭക്തിവിരുദ്ധമായ അതെത്രയാ? മുമ്പ് ഇന്ന് ഇല്ലെന്ന് പറഞ്ഞത്. ഞാൻ അന്തം വിട്ടുപോ. ഞാൻ ഇന്ന് രാവിലെയൊക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇതില്ലാതായോ? വായിച്ചു. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ അടുത്തത്. ഇങ്ങോട്ട് നോക്കിയേ, ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവനെ ഒന്നും പാസ്റ്ററെ ഒന്നും വിളിക്കരുത്. അവിടെ കൊടുത്തത് ആ വക. ചുമ്മാ എല്ലാരും കയറി പാസ്റ്ററെ എന്നൊന്നും. നമ്മുടെ പെന്തിക്കോസുകാർക്ക് ചിലർക്ക് പറ്റിയ വെള്ളത്തുണി ഇട്ടോണ്ടാണ് വന്ന് മീശയും പഠിച്ചാൽ തീർന്നു. ചെല്ലും മിണ്ടാതിരിക്കും. പാസ്റ്റർ അല്ലെങ്കിൽ പറയണം ഞാൻ പാസ്റ്റർ അല്ല. പറയണ്ടേ? മിണ്ടുകയല്ല. ഒരാളെ പരിചയപ്പെടുമ്പോ ചോദിക്കണം എന്തോ ചെയ്യുന്നു. അപ്പൊ അവര് പാസ്റ്ററാണ് പറയാം ഞാൻ സുവിശേഷ വേലയാ ഇന്നത്. അതനുസരിച്ചാ സംസാരിക്കണ്ടേ. ഇല്ല ചുമ്മാ വെള്ളത്തുണി കൊടുത്തവന്നെ ഭാഷ അതെ വിവരിക്കുന്നില്ല. ആ വകക്കാർക്ക് ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. അല്ല, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി. ഈ ദുരുപദേശത്തിന്റെ ഭയാനകത കണ്ടോ? അർബുദമാണ്. ദുരുപദേശത്തിന്റെ വിത്ത് ഒരു സഭയിലോ ദേശത്തോ ഒരു യോഗത്തിനോ വിതച്ചാൽ അർബുദമാണെന്ന് ഓർത്തോണം. അർബുദം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കണം ക്യാൻസർ. ഏറെ പിടിച്ചാൽ കൊണ്ടേ പോകും, വിരളമേ രക്ഷപ്പെടുന്നുള്ളൂ. അതിലെ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോഴേ നമ്മൾ പറയുന്നത് തന്നെ ഇവരുടെ തങ്കമ്മാമയ്ക്ക് ക്യാൻസർ. എന്റെ ദൈവം, നല്ലൊരു സഹോദരി, അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വെച്ച തന്നെ തന്ത കയറും. അതാണ് നമ്മൾ ഈ വെച്ചതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണേ ആള് ആ തങ്കച്ചായന് ക്യാൻസർ ആണോ? കഷ്ടം. നല്ല മനുഷ്യൻ, അയാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതേ ഉള്ളൂ. ഒരു കൂടെ അയാൾ വയറ് പോലെ അവിടെ കൈനെറ്റിക്കേ പോകുന്നു. എന്നാലും നമ്മൾ പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല ആള് തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ദുരുപദേശം അർബുദം പോലെ. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും. എന്തുവാ ഇവര് പഠിപ്പിച്ച ദുരുപദേശം? അടുത്തത് ഹുമനയോസും പിലേത്തോസും. നേരത്തെ രണ്ടുപേര് ഹുമനയോസും അലക്സാണ്ടറും. ഇപ്പൊ ഒരുത്തനും കൂടെ കൂടി. ആള് കൂടുന്ന കണ്ടാവും. ഒരുത്തൻ ഇടം കൊടുത്തപ്പോ വീണ്ടും കൂടി. ഹുമനയോസും പിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഇനി പഠിപ്പിച്ച ദുരുപദേശം അടുത്ത വാക്യം. അവര് സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മരിച്ചു. ഇതാ ഇവര് പഠിപ്പിച്ച ദുരുപദേശം. എന്തുവാ? പുനരുത്ഥാനം കഴിഞ്ഞെന്ന്. പൗലോസ് പഠിപ്പിച്ചു പോയത് എന്നാണെന്നറിയാമോ സഹോദരന്മാരെ? അവൻ അന്ത്യകാകള നാരത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാം രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായി അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായി അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇതാ പൗലോസ് പഠിപ്പിച്ചത്. പുനരുത്ഥാനം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളത്ര ദൈവമോ ഓരോന്നിന് ഏതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ
സൂര്യന്റെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ അതുകൊണ്ടും തന്നെ. ഇതാണ് പൗലോസ് പഠിപ്പിച്ചേ. ഹല്ലേലൂയ. ഇവന്മാര് 3-4 വന്ന് പഠിപ്പിച്ചു പുനരുത്ഥാനമല്ല, ഇല്ലെന്നല്ല കഴിഞ്ഞ ഇത് തന്നെയായിരുന്നു അരിയൂസിന്റെ സിദ്ധാന്തം. അറിയൂസിന്റെ അതിനോട്ട് കടമെടുത്ത് റസല്, അരിയൂസും റസലും. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പാവത്താന്, അതിൽ പാവമായിരുന്നു, പക്ഷെ പരുവക്കാടായി പോയി. നമ്മുടെ കുട്ടിയച്ഛൻ, അതാ പാട്ട് പാടുന്ന കുട്ടിയച്ഛനല്ല, അത് പാവത്താന്, വിദ്വാൻ കുട്ടിയച്ഛൻ. അങ്ങേരോടാണ്ട് ആ തൊമ്മൻ പറഞ്ഞു ഇന്ന ദിവസം വരുമെന്ന്. ഏതാ? കൂടാരപ്പള്ളി തൊമ്മൻ. തൊമ്മന് വെളിവുകേട് വന്നതാണ്. തൊമ്മൻ ഈ വിദ്വാൻ കുട്ടിയച്ഛനോട് പറഞ്ഞു ആണ്ട വരുന്നെന്ന്. ഈ പാവം എല്ലാവരോടും പറഞ്ഞു ആണ്ട വരുന്നെന്ന്. എല്ലാവരുടെ ഒന്നിച്ച് കൂടിയിരുന്നു. വന്നുമില്ല, കുഴയുകയും ചെയ്തു. എന്നാ ചെയ്യാൻ? നിങ്ങൾ കേട്ടിട്ടില്ലേ 5:30? പിന്നെ പുള്ളി ഒരു ദുഃഖത്തോടൊക്കെ ആണെങ്കിലും ഒരു പാട്ടിന്റെ വരി എഴുതി. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണ വാർത്തലത്തുണ്ടുരീതം, കർത്താവെ നോക്കി കാണ വാർത്തലത്തുണ്ടുരീതം, കർത്താവെ നോക്കി കാണ വാർത്തലത്തുണ്ടുരീതം, കർത്താവെ നോക്കി കാണ വാർത്തലത്തുണ്ടുരീതം. കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തുണ്ടുരീതം, കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തുണ്ടുരീതം. കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തുണ്ടുരീതം, കർത്താവെ നോക്കിക്കണ്ട വാർത്തലത്തുണ്ടുരീതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താമസം എന്താകോ വന്നിടാനേശു, കാന്താമസം. അപ്പൊ ശ്രദ്ധിക്കുക, ദുർവനാശം ശക്തമാകുക. അപ്പൊ ദുർവനാശത്തിനെതിരെ ഖണ്ഡനം നടത്താനാ യൂദ ഈ ലേഖനം എഴുതിയത്. അയ്യോ, സമയം മുമ്പോട്ട് പോയി. യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. എനിക്ക് ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണം കുറഞ്ഞത്. അത് പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുമൊക്കെ പാടുന്നതുകൊണ്ട്. അതുകൊണ്ട് 2 ശീലം, അല്ലാതെ പോയിന്റ് മാത്രം പറഞ്ഞാൽ അത്ര വേണ്ട. എന്നാലും നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്നല്ലോ. ദേശവാസികൾക്കും വന്നവർക്കും വിശേഷിച്ച് ദൈവദാസന്മാർക്കും സമീപവാസികൾക്കും സ്ഥലവാസികൾക്കും എല്ലാം നന്ദി. ഒറ്റ കാര്യം പറഞ്ഞു നടത്താം. യേശു മാത്രമാണ് രക്ഷ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വാട്ടം, മാലിന്യം, കറ, ചുളുക്കം ഒന്നുമില്ലാത്ത ശുദ്ധയും ശുഭ്രയുമായ അവൻ കാന്തയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്.
കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഒരപേക്ഷ. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളും ഓർക്കുന്ന സമയം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും തിരുവല്ലായിലെ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ഒരു സഹായത്തിന് വാ. നിങ്ങളുടെ സഭയിൽ നിന്ന് മാറാനല്ല, നിങ്ങൾ കൂടുന്നിടത്തൊക്കെ കൂടാവുള്ള വരുമ്പം നിങ്ങളുടെ പാസ്പോർട്ട് പറഞ്ഞേച്ചേ വരാവുള്ളൂ. ഒന്നും പറയാതെ മിണ്ടാതെ അവിടോട്ട് വന്നേക്കരുത്. അപ്പൊ പറഞ്ഞേക്ക് ഒന്ന് ക്ഷണിക്കുക. ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഭവിക്കും.